എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ PSCയുടെ ചില മുൻവർഷ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ SCERT പാഠപുസ്തകത്തിലെ ഏത് ഭാഗത്തിൽ നിന്നുമാണ് വന്നിട്ടുള്ളത് എന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുകൂടാതെ ഈ പാഠഭാഗത്തു നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ ഇടയുള്ളതുമായ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഓപ്ഷൻ സി ആണ് പെരിയോസ്റ്റിയം. കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഓസ്റ്റിയോപോറോസിസ്. ഈ രണ്ട് ചോദ്യങ്ങളും വന്നിട്ടുള്ളത് 9ാം ക്ലാസ്സിലെ SCERT ബയോളജി പാഠപുസ്തകത്തിൽ നിന്നുമാണ്. ചലനത്തിന് പിന്നിൽ എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നുമാണ് ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഈ ചാപ്റ്ററിലുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. ജീവലോകത്തെ ചലനങ്ങൾ, സൂക്ഷ്മജീവികൾ, ജന്തുക്കൾ, സസ്യങ്ങൾ ഇവയുടെ ചലനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. സൂക്ഷ്മജീവികൾ: ബാക്ടീരിയയിലെ ഫ്ലജെല്ലം, അമീബയിലെ കപടപാദം, പാരാമീസിയത്തിലെ സീലിയ എന്നിവ ഉപയോഗിച്ചുള്ള ചലനങ്ങൾ സൂക്ഷ്മജീവികളിലെ വൈവിധ്യമാർന്ന ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ബാക്ടീരിയ ഫ്ലജെല്ലം, അമീബ കപടപാദം, പാരാമീസിയം സീലിയ. ജന്തുക്കൾ: ജന്തുക്കളിലെ ചലനം എന്നത് ശരീരഭാഗത്തിനോ ചുറ്റുപാടിനെ അപേക്ഷിച്ച് ശരീരത്തിനോ ഉണ്ടാകുന്ന സ്ഥാനമാറ്റമാണ്. പുംബീജങ്ങളുടെ ചലനം പെരിസ്റ്റാൾസിസ്, ഹൃദയമിടിപ്പ്, രക്തപര്യനം, നടത്തം, ഓട്ടം, ചാട്ടം എന്നിവ ഉദാഹരണങ്ങളാണ്. സസ്യങ്ങൾ: സഞ്ചരിക്കുന്നില്ലെങ്കിലും സസ്യങ്ങളിലും വളർച്ചയുടെ ഭാഗമായും അല്ലാതെയും വിവിധ തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ട്. വിത്തുമുളയ്ക്കൽ, ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ച് സസ്യഭാഗങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റം എന്നിവ സസ്യചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പൊതുവായ ചലനങ്ങൾ നോക്കാം. ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നീ പ്രക്രിയകൾ വഴി പദാർത്ഥ കണികകളുടെ സഞ്ചാരം, വാതക സംവഹനം, പോഷക സംവഹനം, മാലിന്യങ്ങളുടെ പുറന്തള്ളൽ എന്നിവയും എല്ലാ ജീവികളിലും പൊതുവായി കാണുന്ന ചലനങ്ങൾ ആണ്. പേശികല, മസിൽ ടിഷ്യൂ. ശരീര ചലനങ്ങൾക്ക് കാരണമാകുന്ന സവിശേഷ കലകളാണ് പേശികൾ. വിവിധ തരത്തിലുള്ള പേശികൾ ഉണ്ട്. ഇവ പേശീകോശങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പേശീകോശങ്ങളിൽ മർമ്മവും മിക്ക കോശാംഗങ്ങളും കാണപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ മറ്റ് കോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആക്റ്റിൻ, മയോസിൻ എന്നിങ്ങനെയും അതിസൂക്ഷ്മമായ പ്രോട്ടീൻ തന്തുക്കൾ ഇതിൽ കൂടുതലുണ്ട്. ഈ തന്തുക്കളുടെ പ്രവർത്തനം മൂലം പേശികൾ സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു. ഇത് ശരീരഭാഗങ്ങളുടെ ചലനം സാധ്യമാക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ് പേശികലകളിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ തന്തുക്കൾ ആക്റ്റിൻ, മയോസിൻ. വിവിധ തരം പേശികളുടെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. അസ്ഥിപേശി സ്കെലിറ്റൽ മസിൽ, മൃദുല പേശി സ്മൂത്ത് മസിൽ, ഹൃദയപേശി കാർഡിയാക് മസിൽ. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, വിവിധ തരം പേശികൾ. പേശികളുടെ പേര്, കോശത്തിൻ്റെ ആകൃതി, കുറുവരകളുടെ സാന്നിധ്യം, ശാഖകൾ, ആഗ്രഹത്തിനനുസരിച്ച് പേശികളുടെ നിയന്ത്രണം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. പേശിയുടെ പേര് അസ്ഥികൂട പേശി. കോശത്തിൻ്റെ ആകൃതി സിലിണ്ടർ. ഇവയിൽ വരകളുടെ സാന്നിധ്യമുണ്ട്, ശാഖകൾ ഇല്ല. ഇവ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാം. അടുത്തത് മൃദുപേശി. സ്പിൻഡിൽ ആകൃതിയാണ്, വരകളില്ല, ശാഖകളില്ല. ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഹൃദയപേശികൾ: സിലിണ്ടർ ആകൃതി, വരയുണ്ട്, ശാഖകൾ ഉണ്ട്. ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓരോ പേശികളുടെയും ആകൃതി, അവയിൽ വരകളുടെ സാന്നിധ്യം, ശാഖകൾ ഇവയെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പഠിക്കാം. മനുഷ്യാസ്ഥികൂടം, ഹ്യൂമൻ സ്കെലിറ്റൻ. മനുഷ്യാസ്ഥികൂടത്തെ രണ്ടായിട്ട് തിരിക്കാം. അക്ഷാസ്ഥികൂടം ആക്സിയൽ സ്കെലിറ്റൻ, അനുബന്ധാസ്ഥികൂടം അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ. അക്ഷാസ്ഥികൂടം ശരീരത്തിൻ്റെ കേന്ദ്ര അക്ഷത്തിൽ കാണപ്പെടുന്ന അസ്ഥികളെ ഉൾക്കൊള്ളുന്നു. അതിൽ വരുന്നതാണ് തലയോട്, മാറല്, വാരിയെല്ല്, നട്ടെല്ല്. അസ്ഥികളുടെ എണ്ണം ഓർത്ത് വയ്ക്കാം. തലയോട് 29, മാറല് 1, വാരിയെല്ല് 24, നട്ടെല്ല് 26. അനുബന്ധാസ്ഥികൂടം കേന്ദ്ര അക്ഷത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളെ ഉൾക്കൊള്ളുന്നു. ഇതിൽ വരുന്നതാണ് തോൾ വലയം 4, ശ്രേണി വലയം 2, കൈകൾ 60, കാലുകൾ 60. മൊത്തം 206 അസ്ഥികളാണ് ഉള്ളത്. അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത് 80 അസ്ഥികളും അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നത് 126 അസ്ഥികളും. അസ്ഥിയുടെ ഘടന. അസ്ഥികൾ മനുഷ്യ ശരീരത്തിന്റെ 18% വരും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, മനുഷ്യ ശരീരത്തിന്റെ 18% അസ്ഥികൾ. ശരീരത്തിന് ഘടനയും താങ്ങും സംരക്ഷണവും നൽകുന്നത് അസ്ഥികളാണ്.
ഓരോ അസ്ഥിയെയും പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമാണ് പെരിയോസ്റ്റിയം. ഈ ചോദ്യമാണ് നമ്മൾ മുൻപ് കണ്ടത്. അസ്ഥികളിൽ രക്തക്കുഴലുകളും നാഡികളും ലിംഫ് വാഹികളും കാണപ്പെടുന്നു. കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ പ്രോട്ടീൻ, ലവണങ്ങൾ എന്നിവ അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകുന്നു. അസ്ഥികളുടെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കൽ, ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്നിവ നിർവഹിക്കുന്നത് അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, ഓർത്തു വയ്ക്കുക. തരുണാസ്ഥി കാർട്ടിലേജ്. അസ്ഥികളേക്കാൾ മൃദുവായതും വഴക്കമുള്ളതുമായ യോജക കലയാണ് തരുണാസ്ഥി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, യോജക കലയാണ് തരുണാസ്ഥി. കൈമുട്ടുകൾ, കാൽമുട്ടുകൾ, കണങ്കാലുകൾ എന്നിവയിലും വാരിയെല്ലുകളുടെ അഗ്രങ്ങളിലും നട്ടലിലെ കശേരുക്കൾക്കിടയിലും ചെവിക്കുടയിലും മൂക്കിന്റെ അഗ്രഭാഗത്തും ശ്വാസനാളത്തിലും ഇവ കാണപ്പെടുന്നു. എവിടേക്കാണ് തരുണാസ്ഥി കാണപ്പെടുക എന്നുള്ളത് ഓർത്തുവയ്ക്കാം. അസ്ഥികളുടെ അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന തരുണാസ്ഥി അസ്ഥിസന്ധികളിലെ ഘർഷണം കുറയ്ക്കുന്നു. ഇവയിൽ രക്തക്കുഴലുകളോ നാഡികളോ ഇല്ല. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, ഇവയിൽ രക്തക്കുഴലുകളോ നാഡികളോ ഇല്ല. രക്തക്കുഴലുകളുടെ അഭാവം മൂലം തരുണാസ്ഥി ഇതര കലകളേക്കാൾ സാവധാനത്തിലാണ് വളരുന്നത്. ഹൈഡ്രോസ്കെലിറ്റൻ. മണ്ണിരയുടെ ശരീരത്തിനുള്ളിൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന അറകൾ ഉണ്ട്. ശരീരാകൃതി നിലനിർത്തുന്നതിനും സഞ്ചാരത്തിനും ജലമാണ് അവിടത്തെ ഉപാധി. ഈ സംവിധാനം പൊതുവെ ഹൈഡ്രോസ്കെലിറ്റൻ എന്ന് അറിയപ്പെടുന്നു. ഹൈഡ്ര, ഒച്ച് എന്നിവയിലും ഹൈഡ്രോസ്കെലിറ്റൻ ചലനത്തിന് സഹായിക്കുന്നു. ഹൈഡ്ര, ഒച്ച്, മണ്ണിര ഇവയിൽ കാണുന്നതാണ് ഹൈഡ്രോസ്കെലിറ്റൻ. ബാഹ്യാസ്ഥികൂടം എക്സോസ്കെലിറ്റൻ. ഞണ്ട്, കക്ക, ചിപ്പി എന്നീ ജന്തുക്കളിൽ കാണപ്പെടുന്ന കാൽസ്യം കാർബണേറ്റ് മുഖ്യ ഘടകമായ കാഠിന്യമുള്ള പുറംതോടും പുൽച്ചാടി, പാറ്റ എന്നിവയിലെ കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബാഹ്യാവരണവും ബാഹ്യാസ്ഥികൂടമാണ്. ഇവ പേശികളെ ഉചിത സ്ഥാനങ്ങളിൽ ബന്ധിപ്പിച്ച് ചലനത്തിനും സഞ്ചാരത്തിനും ശരീര സംരക്ഷണത്തിനും സഹായിക്കുന്നു. ആന്തരാസ്ഥികൂടം എൻഡോസ്കെലിറ്റൻ. മനുഷ്യനുൾപ്പെടെ നട്ടെല്ലുള്ള ജീവികളിൽ തരുണാസ്ഥി, അസ്ഥി എന്നിവ കൊണ്ടുള്ള ചട്ടക്കൂടാണ് ഉള്ളത്. ശരീരത്തിന് ആകൃതി നൽകുകയും അവയവങ്ങളെ സംരക്ഷിക്കുകയും ചലനത്തിനും സഞ്ചാരത്തിനും സഹായിക്കുകയും ചെയ്യുന്ന ഈ സംവിധാനം ആന്തരാസ്ഥികൂടം എന്ന് അറിയപ്പെടുന്നു. അസ്ഥിസന്ധികൾ ജോയിൻസ്. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണ്. ഇങ്ങനെ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിലൂടെ ചലനം സുഗമമാകുന്നു. അസ്ഥിസന്ധിയുടെ ഘടന ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാന ടേംസ് ആണ് ലിഗമെന്റ്, കാപ്സ്യൂൾ, തരുണാസ്ഥി, സൈനോവിയൽ സ്തരം, സൈനോവിയൽ ദ്രവം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്, നോട്ട് ചെയ്ത് വെക്കുക. രണ്ട് അസ്ഥികളെയും ബന്ധിപ്പിച്ച് ലിഗമെന്റുകൾ കാണപ്പെടുന്നു. രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിഗമെന്റുകൾ. ഇതിനുള്ളിലായി കാണപ്പെടുന്ന കാപ്സ്യൂൾ അസ്ഥികളുടെ സുഗമമായ ചലനത്തിന് സഹായിക്കുന്നു. ഓരോ അസ്ഥിയുടെയും അഗ്രഭാഗത്തെ പൊതിഞ്ഞ് തരുണാസ്ഥി കാണപ്പെടുന്നു. ഇത് അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നു. സന്ധിയിലെ രണ്ട് അസ്ഥികൾക്കിടയിൽ കാണുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. ഇതും അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നു. സൈനോവിയൽ ദ്രവത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് സൈനോവിയൽ സ്തരത്തിലെ സൈനോവിയൽ കോശങ്ങളാണ്. വിവിധതരം അസ്ഥിസന്ധികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഗോളര സന്ധി, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. വിജാഗിരി സന്ധി, ഹിഞ്ച് ജോയിന്റ്. കീലസന്ധി, പിവോട്ട് ജോയിന്റ്. തെന്നി നീങ്ങുന്ന സന്ധി, ഗ്ലൈഡിംഗ് ജോയിന്റ്. ഗോളര സന്ധിക്ക് ഉദാഹരണമാണ് തോളെല്ല്, ഇടുപ്പെല്ല്. വിജാഗിരി സന്ധിക്ക് ഉദാഹരണമാണ് കൈമുട്ട്, കാൽമുട്ട്. കീലസന്ധിക്ക് ഉദാഹരണമാണ് കഴുത്ത്. തെന്നി നീങ്ങുന്ന സന്ധിക്ക് ഉദാഹരണമാണ് കൈക്കുഴ, കാൽക്കുഴ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ബോക്സ് ആണ്, നമുക്കൊന്ന് നോക്കാം. ശരീര വളർച്ചയും അസ്ഥികളുടെ വികാസവും. കുട്ടിക്കാലത്തിലെയും കൗമാരത്തിലെയും വളർച്ച അസ്ഥി വ്യവസ്ഥയുടെ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അസ്ഥികളിൽ കാൽസ്യം എത്തിച്ചേരേണ്ടത് അസ്ഥികളുടെ കാഠിന്യവും ശക്തിയും ഉറപ്പുവരുത്താൻ അത്യാവശ്യമാണ്. കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളായ പാലും പാലുൽപ്പന്നങ്ങളും മത്സ്യങ്ങളും ഇലക്കറികളും ഈ പ്രായത്തിൽ ധാരാളം കഴിക്കേണ്ടതുണ്ട്. കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് വിറ്റാമിൻ ഡി ആവശ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ത്വക്കിൽ സ്വാഭാവികമായി വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സൂര്യപ്രകാശം ഏൽക്കുന്നതിന് ഉതകുന്ന കളികളിൽ ഏർപ്പെടാം. മുട്ട, കൊഴുപ്പുള്ള മത്സ്യം എന്നിവ വിറ്റാമിൻ ഡിയുടെ നല്ല ഉറവിടങ്ങൾ ആണ്. അസ്ഥി വികാസത്തിന് പ്രോട്ടീൻ അത്യാവശ്യം ആയതിനാൽ ഇറച്ചി, ബീൻസ്, പയർ തുടങ്ങിയവ ആഹാരത്തിൽ സമൃദ്ധമായി ഉൾപ്പെടുത്താം. പ്രായമാകുന്നതോടെ അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നത് എല്ലുകളെ കൂടുതൽ ദുർബലമാക്കുകയും ഒടിവുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അസ്ഥികളുടെ ശോഷണം തടയുന്നതിൽ പോഷകാഹാരത്തിന് നിർണായക പങ്കുണ്ട്. വൈറ്റൽ കപ്പാസിറ്റി. ഗാഢമായ ഉച്ഛ്വാസത്തിനു ശേഷം ശക്തമായി നിശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വായുവിന്റെ ആകെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരു വ്യക്തിക്ക് ശ്വസിക്കാൻ കഴിയുന്ന പരമാവധി വായുവിന്റെ അളവാണ് ഇത്. വ്യക്തിയുടെ
ശ്വസനാരോഗ്യത്തിന്റെ അളവ് കൂടി ആണ് ഇത്. ഈ അളവ് പുരുഷന്മാരിൽ ഏകദേശം 4.5 ലിറ്ററും സ്ത്രീകളിൽ 3 ലിറ്ററും ആണ്. വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നത് ശ്വാസകോശ രോഗങ്ങളുടെ സൂചനയാകാം. ഓസ്റ്റിയോപോറോസിസ്, അസ്ഥിഭാഗങ്ങൾ നശിക്കുകയും സുഷിരങ്ങൾ രൂപപ്പെട്ട് അസ്ഥികളുടെ കാഠിന്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. പ്രോട്ടീൻ, കാൽസ്യം, വിറ്റാമിൻ ഡി എന്നിവയുടെ അഭാവം ഈ രോഗാവസ്ഥയ്ക്ക് ഇടയാക്കുന്നു. നമ്മൾ തൊട്ടു മുൻപ് ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന വ്യവസ്ഥ ചിലരിൽ തരുണാസ്ഥിയെയും സൈനോവിയൽ സ്തരത്തെയും നശിപ്പിച്ചേക്കാം. ഇത് സന്ധികളിൽ അസഹ്യമായ വേദനയും നീർവീക്കവും ഉണ്ടാക്കുന്നു. ഈ വൈകല്യം പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്നു. പേശി ക്ഷയം, മസ്കുലാർ ഡിസ്ട്രോഫി, പല കാരണങ്ങൾ കൊണ്ട് പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥ. പേശികൾ ദുർബലമാകുന്നു. സാധാരണയായി ആൺകുട്ടികളിലാണ് കാണപ്പെടുന്നത്. ജീനിലുണ്ടാകുന്ന മാറ്റമാണ് ഇതിന്റെ പ്രധാന കാരണം. ഉളുക്ക് സ്പ്രെയിൻ, സന്ധിയിലെ അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്തുണ്ടാകുന്ന പരിക്കാണ് ഉളുക്ക്. ഇത് സാധാരണയായി കണങ്കാൽ, കൈത്തണ്ട, കാൽമുട്ടുകൾ തുടങ്ങിയവയിലെ സന്ധികളെ ബാധിക്കുന്നു. വേദന, വീക്കം, ചതവ്, സന്ധി ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ഉളുക്കിന്റെ ലക്ഷണങ്ങൾ. ടെക്സ്റ്റ് ബുക്കിൽ ബോക്സിൽ കൊടുത്ത കാര്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, വ്യക്തമായി മനസ്സിലാക്കി പഠിക്കാം. ഡിസ്ക് തെറ്റൽ, ശരീരത്തിന് താങ്ങു നൽകുന്നതോടൊപ്പം സുഷുമ്നയ്ക്ക് സംരക്ഷണവും നൽകുന്ന ഭാഗമാണ് നട്ടെല്ല്. നട്ടെല്ലിലുള്ള ഓരോ അസ്ഥിയെയും കശേരു എന്ന് വിളിക്കുന്നു. 2 കശേരുക്കൾക്കിടയിൽ ജെല്ലി പോലുള്ള വസ്തു നിറഞ്ഞ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് എന്ന സവിശേഷ ഭാഗം കാണപ്പെടുന്നു. ഇവ നട്ടെല്ലിന് വഴക്കം നൽകുന്നതോടൊപ്പം ബാഹ്യക്ഷതത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു. കുനിയുക, നിവരുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മെ പര്യാപ്തമാക്കുന്നത് ഇന്റർ വെർട്ടിബ്രൽ ഡിസ്കിന്റെ സാന്നിധ്യമാണ്. ശരീരഭാഗത്തെ നട്ടെല്ലിൽ ഉടനീളം തുല്യമായി വിതരണം ചെയ്യുന്നതും ഈ ഡിസ്കുകളാണ്. കശേരുക്കളുടെ തേയ്മാനം, പെട്ടെന്നുള്ള ആഘാതം, നട്ടെല്ലിന് ആവർത്തിച്ചുണ്ടാകുന്ന ആയാസം എന്നിവ മൂലം ഇന്റർ വെർട്ടിബ്രൽ ഡിസ്കിന്റെ ഉൾഭാഗത്തെ ജെല്ലി പോലുള്ള ഭാഗം പുറത്തേക്ക് തള്ളാനിടവരും. ഈ അവസ്ഥയാണ് ഡിസ്ക് തെറ്റൽ. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ഒടിവുകൾ, സ്ഥാനഭ്രംശങ്ങൾ, മുഴകൾ, അസ്ഥികളെ ബാധിക്കുന്ന മറ്റ് തകരാറുകൾ എന്നിവയുടെ കൃത്യമായ നിർണയത്തിന് എക്സ്റേ സാങ്കേതികവിദ്യയാണ് ഏറെക്കാലമായി ഉപയോഗിക്കുന്നത്. അൾട്രാസൗണ്ട് സ്കാൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് MRI, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി CT എന്നിവ വിവിധ രോഗനിർണയത്തിനുള്ള ആധുനിക സാങ്കേതിക വിദ്യകളാണ്. ഈ മേഖല മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് അറിയപ്പെടുന്നു. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ബോക്സാണ് അസ്ഥികളിൽ നിന്ന് ജീവചരിത്രം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് നോക്കാം. പുരാതനമായ അസ്ഥി കഷണത്തിൽ നിന്ന് DNA വേർതിരിച്ചെടുത്ത് വിശകലനം ചെയ്തതിലൂടെ മനുഷ്യ പൂർവിക ജീവികളും ആധുനിക മനുഷ്യരും തമ്മിലുള്ള ജനിതക സാമ്യ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള നിർണായക കണ്ടെത്തലുകളാണ് സ്വാൻഡെ പാബോ എന്ന സ്വീഡിഷ് പരിണാമ ജനിതക ശാസ്ത്രജ്ഞൻ നടത്തിയത്. ഫോസിലുകളിൽ നിന്ന് DNA വീണ്ടെടുക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമുള്ള ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെയാണ് അദ്ദേഹം പാലിയോജീനോമിക്സ് എന്ന ശാസ്ത്ര ശാഖയ്ക്ക് അടിത്തറയിട്ടത്. 2022 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചു. സസ്യചലനം, സസ്യചലനത്തെ 2 ആയിട്ട് തിരിക്കാം. ട്രോപ്പിക ചലനം, നാസ്റ്റിക ചലനം. ഉദ്ദീപന ദിശയ്ക്ക് അനുസരിച്ചുള്ള ചലനമാണ് ട്രോപ്പിക ചലനം. ഉദ്ദീപന ദിശയ്ക്ക് അനുസരിച്ച് അല്ലാതെയുള്ള ചലനമാണ് നാസ്റ്റിക ചലനം.